ഹലോ ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു RC സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സുഹൃത്ത് വന്നിട്ടുണ്ട്. സുഹൃത്തെ നമുക്ക് പരിചയപ്പെടാം. പേര് സുധീർ എന്നാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇവിടെ വന്നതല്ല, കയ്യിലൊരു ഇമിട്ടൻ സാധനമാണ്. MJXന്റെ ഹൈപ്പർഗോ 14207. അത് പ്രൈസ് വന്നിട്ട് അത് എയ്ഡിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ ചൈന പ്രോഡക്റ്റ് ആണ്, ബട്ട് US ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അറൗണ്ട് 600 ദിർഹംസ് ആണ് വന്നിട്ടുള്ളത്. ബാക്കി ഓപ്പറേഷനൊക്കെ ഇത് ഇങ്ങനെയാണ്, വെൽ ഓപ്പറേഷനാണ്. എങ്ങനെയാന്നുള്ളത് നമുക്ക് കണ്ടു. MJXന്റെ ഹൈപ്പർഗോ ആണിത്. ഇതിന് മോഡൽ വരുന്നത് 14207. ആള് സ്റ്റാൻഡേർഡ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ജിതിൻ ബ്രോ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് റിമോട്ട് കൺട്രോൾ വരുന്നത്. ഇതിൻ്റെ വന്നിട്ട് ഇത് ഹൈപ്പർ സ്പീഡാണ്. എത്ര ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത്? 53 ആണ്. ബാറ്ററി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 70 കിലോമീറ്റർ 53 വരുന്നുണ്ടല്ലേ. ഇതിൻ്റെ കൺട്രോളിങ് ഇങ്ങനെ വരുന്നതാണ്. ഒരുപാട് ചേഞ്ചസ് ഇല്ല, മോഡുകൾ ചേഞ്ച് ചെയ്യാൻ ഇതിൽ പറ്റും. ഇതാണ് ഇതിൻ്റെ ടയർ റൊട്ടേഷൻ. നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു ബീച്ചിലാണ്. ബീച്ചിലുള്ള ഒരു വ്യൂ ആണുള്ളത്. അതൊന്ന് ഓൺ ചെയ്തേ. സീനാണ് മക്കളെ, എൻ്റെ പൊന്നെ. എടാ അത് 4 വീലറാണല്ലേ. സീനാണ്. എന്താ ഡ്രൈവിങ്. ഓ, മണ്ണ് തെറിക്കുന്നതാ. എൻ്റെ പൊന്നു. പിന്നെ പറയാനുള്ളത്, ഇത് ബ്രഷ്ലെസ് മോട്ടറാണ് വരുന്നത്. അച്ചാതി പവറാണ് അതിൻ്റെ സ്പീഡ്. ഓ, പവർ ഒരു രക്ഷയില്ല, പവർ കൂടുതലാണ്. അതാണ്. ഓ, പവർ കൊണ്ട് അത് മറിഞ്ഞു പോയിരുന്നു. ഗ്രൗണ്ടിങ് സ്കെയിൽ വരുന്നത് 1:14 ആണോ? 1:40 ആണോ വരുന്നത്? എന്തോ ഒരു ഓക്കെ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പവറാണ് ഇതിൻ്റെ മെയിൻ. ഇപ്പോൾ കുറച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു രക്ഷയില്ല, അപാര പവർ തന്നെയാണ് ഇതിന്. നമ്മളെ ബ്രോ വർക്ക് നമ്മൾ പ്ലേസ് ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. ഇത് കൂടുതൽ ബീച്ചിൽ ആയതിൻ്റെ പേരിൽ, ഇതിൻ്റെ പെർഫോമൻസ് അപാരമായതിൻ്റെ പേരിൽ വേഗം കിടന്ന് വോവൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത ഏരിയ നോക്കി പിടിച്ചാലാണ്. ഇതിൻ്റെ പവർ മോഡിലോട്ടൊന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം എങ്ങനെയാന്ന് നോക്കട്ടെ. ഓക്കെ, റെഡി. ഓ,
ഓ പവർ തന്നെ കേട്ടാ ഇതിൻ്റെ മെയിൻ. ഓ നമുക്കിതിൻ്റെ ലോങ് എത്ര റേഞ്ച് വരെ പോകുന്നുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റെഡിയാണോ? റെഡിയല്ലേ? ഓക്കെ, റേഞ്ച് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓ അത്യാവശ്യം റേഞ്ച് ഉണ്ടല്ലോടാ. മോർ ദാൻ 150 ആയി. ഉണ്ടോ? അത്യാവശ്യം റേഞ്ച് ഉണ്ട്. പവറാണ് ഇവൻ മെയിൻ കേട്ടോ. ഇപ്പോൾ നമ്മളെ ബീച്ചിലെ അഭ്യാസം നമ്മൾ നിർത്തി, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഈ പവർ ഓഫ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിൻ്റെ ഫ്രണ്ട് ക്യാബിന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് അവിടെയാണ് ഇതിൻ്റെ ECU സിസ്റ്റം വരുന്നത്. ഓഫായി എൻ്റെ ചാസി കിടക്കുന്നത് ഇങ്ങനെയാണ്. ബ്രഷ്ലെസ് മോട്ടറാണ് വരണത്. അപ്പോൾ അജാതി പവർ. ഇതാണ് ബാറ്ററി കിടക്കുന്നത് അല്ലേ? ബാറ്ററിയുടെ എത്ര MH ബാറ്ററി ഉണ്ട്? 3000 വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വേറെ സ്ഥലത്ത് അഭ്യാസം കാണിക്കാം. ഇവിടുത്തെ അഭ്യാസം ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നല്ല വെയിലുണ്ട്. ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ വരുന്നത് ഭയങ്കര പവർഫുള്ളാണ്. പിന്നെ അഡീഷണൽ ബട്ടൺസും സിസ്റ്റംസും എല്ലാം വരുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നത്. അതിനെ സ്പീഡ് കൺട്രോളിങ്ങും ഫുള്ള് സിസ്റ്റം ഇതിമേലാണ്. അപാര റേഞ്ചുമാണ് ഇതിന്. അപ്പോൾ ബീച്ചിലത്തെ ഇടപാട് തീർന്നു. നമ്മൾ വേറെ ഒരു സ്ഥലം പിടിക്കാം. വീട്ടിൽ പോയിട്ട് കുറച്ച് ഡ്രൈവ് ചെയ്യാം. അപ്പം നമ്മൾ നേരെ പോകുന്നു, വീട്ടിലോട്ട് പോകുന്നു. ബാക്കി ഡ്രൈവിങ് വീട്ടിലെ ചെറിയ ഗ്രൗണ്ട് ഉണ്ട് അവിടുന്ന്. നിങ്ങൾ വിചാരിക്കേണ്ട ഈ തന്താരൊക്കെ എങ്ങനെ ഈ കുട്ടികളെ പോലുള്ള RC കാരും കേൾപ്പിച്ചു. പക്ഷെ RC ഒരു വികാരമുണ്ട് അല്ലേ? അതിനൊരു പ്രായമൊന്നുമില്ല. അത് അതിൻ്റെതായിട്ടുള്ള സെൻസിൽ എടുക്കുന്നവർക്ക് അത് മനസ്സിലാവും അല്ലേ? അപ്പോൾ നമ്മൾ ഈവനിങ് കൊണ്ട് നമ്മൾ പോവാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഡ്രൈവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ സുദിന? ഓക്കെ, ശരി. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങി നമ്മൾ വീണ്ടും ഓണാക്കുന്നു. എൻ്റെ IC യൂണിറ്റ് ഓണായോ? ഇനി ഒന്നും നോക്കണ്ട, പവർ. അപ്പോൾ ബാക്ക് ടു ഹോം. അപ്പോൾ നമ്മൾ ഇനി ബാക്കി ഡ്രിഫ്റ്റിങ് ഇവിടെ ചെയ്യാം. അതിൻ്റെ IC മോട്ടർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഫാൻ എപ്പോഴും ആണ് റണ്ണിങ്ങിലായിരിക്കും അല്ലേ? ഓൺ ചെയ്താൽ. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. ഓ, ഇതാണ് ഇതിൻ്റെ പവർ. എൻ്റെ പൊന്നു മോനെ, ഇവിടെ ഒന്നും കാണുന്നില്ലടാ, ഫുള്ള് പൊടിയാണ്.
അതാണ് ആ ബ്രഷ്ലെസ് മോട്ടറിന്റെ പവറാണത്. അടുത്ത സ്കില്ലുമായി എന്താ സൗണ്ട്, എന്താ 4 ടയറിലും പവറുണ്ട്. പൊടി പൊടി. ഓ RC അല്ല, ഒരു നോർമൽ ജെറ്റാണ് പോകുന്നത്. അപ്പം പൊടിയാ പൊടി പൊടി. വീഡിയോ എടുക്കത്തിന്റെ ഫ്രെയിമിലേക്ക് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഓ അപ്പോൾ നമ്മൾ ഏകദേശം ഇവരുടെ പെർഫോമൻസ് എന്താണെന്നുള്ള നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവനെ ഒന്ന് തുടച്ച് ഫിനിഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വേറെ ദിവസം കറക്കാറോ വീണ്ടും RC നമ്മുടെ ഹൈപ്പർ ഗോൻ്റെ വീഡിയോയുമായി ഇനിയും വരുന്നതാണ്. ഓക്കെ.